ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജ്യോതി ചേട്ടനും അർജുൻ ചേട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിൻ്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. മരവിൽ വളരെ ഒരു ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടെയാണ്. അത് കിട്ടുന്നതിന് ഷാജി സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദി. ആൻഡ് ഒന്നുമില്ല പറയാൻ, എല്ലാവരോടും തിയേറ്ററിൽ പോയി സിനിമ കാണാം. ആൻഡ് ജൂലൈ 16 വരെയാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സോ നമ്മളുടെ സൈഡിൽ നിന്നുള്ള എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സിനിമ കാണുക. താങ്ക് യു. താങ്ക് യു. സോ പൊതുവേ സാനിയ എങ്ങനെയാണ് ആക്ഷൻ സിനിമകളൊക്കെ കാണാറുണ്ടോ? ആക്ഷൻ റോൾ ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു ഫുൾ ഓൺ ആക്ഷൻ റോൾ? തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകൾ, ത്രില്ലർ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാ നായകന്മാരെ പോലും എനിക്കും ആഗ്രഹമുണ്ട് ആക്ഷൻ സിനിമകൾ ചെയ്യണം എന്നുള്ളത് തന്നെ. ഇതിൽ ഞാൻ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ യെസ്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. Hopefully very very soon. And എനിക്ക് തോന്നുന്നു സാനിയുടെ ഇപ്പോഴത്തെ ഒരു ഫിസിക് കൊണ്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ഫോർ എ വെരി വെരി ഗുഡ് ആക്ഷൻ ഹീറോയിൻ. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സോങ്ങിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പം വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പം ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്താണ്? ഷൂട്ടിംഗ് ഡേയ്സ് നമ്മളുടെ കൂടുതലും മൂന്നാറിലൊക്കെ ആയിരുന്നു. മൂന്നാർ, പിന്നെ പാല, ആ സൈഡിലായിരുന്നു ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ ക്വീൻ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് വേണ്ടിയിട്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അർജുൻ അശോകനായിട്ടാണ്. അതെ. സോ ഹൗ വാസ് ദി ഹോൾ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അർജുൻ അശോകൻ? ഉണ്ടായിരുന്നു. അർജുൻ ചേട്ടനോടെ നിൽക്കുന്ന ചേച്ചി, വാവ എല്ലാവരും ഉണ്ടായിരുന്നു. വാവ നല്ല അത്യാവശ്യം നല്ല കുറുമ്പിയാണ്. അപ്പോൾ സെറ്റിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. യെസ്. ആൻഡ് അങ്ങനെ അർജുൻ ചേട്ടനോട് വർക്ക് ചെയ്യണ മുമ്പ് അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നവരത്. ബിക്കോസ് ഇതിനു മുമ്പ് അമ്മയുടെ പരിപാടിക്കൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ തൊട്ടേ ഒരുമിച്ച് ടൈം സ്പെൻഡ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോജു ചേട്ടനെ, അതെ അർജുൻ ചേട്ടനെ. അപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം ഈ സിനിമ കിട്ടിയപ്പോൾ. ശരിക്കും അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അർജുനെ. സോ താങ്ക് യു സോ മച്ച് സാനിയ. ഐ തിങ്ക് നൗ ഐൽ ഗോ അഹെഡ് ആൻഡ് ഇൻവൈറ്റ് അർജുൻ അശോകൻ ഓൺ സ്റ്റേജ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം അർജുൻ അശോകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാനിയ കൂടെ സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അർജുനെ. വളരെ ലൈക്കബിൾ ആയിട്ടുള്ള, വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അർജുൻ്റെത്. അത് മാത്രമല്ല, ഹി ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ മോസ്റ്റ് versatile actors of this generation. Arjun Ashokan on stage. So Arjun, ഷാജി കൈലാസ് സാറിന്റെ കൂടെ ഉള്ള രണ്ടാമത്തെ സിനിമയാണ്. പല ആക്ടേഴ്സിന്റെ ഭാഗ്യമാണ്, പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് ഒരു സിനിമയെങ്കിലും കിട്ടണമെന്ന്. ഇവിടെ രണ്ടാമത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാജി സാറിന്. ഒരു വിളി അപ്പം തന്നെ ഓടി വന്ന് നേരെ ചെയ്യുക. ഇടയിൽ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലല്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇപ്പൊ ഏത് റോൾ വന്നാലും ഞാൻ ഏറ്റെടുക്കും. പക്ഷെ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് സീൻ വേണം, അത് മാത്രമുള്ള ആഗ്രഹം. പിന്നെ എനിക്കുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും, ദീപകേട്ടൻ, അസീസ് ഖ, പിന്നെ ബോബി ചേട്ടൻ, പിന്നെ ജോജു ഏട്ടൻ മെയിൻലി, പിന്നെ സനിയായിട്ട് എനിക്ക് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ മറക്കാത്ത കാര്യം എന്താ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഷർട്ടൊക്കെ ഗിഫ്റ്റൊക്കെ തന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹം ആരും തന്നിട്ടില്ല ആ സമയത്ത്. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ രാജേട്ടൻ്റെ കൂടെ കുറേ പടമായി. അപ്പം അങ്ങനെ അത് എന്താ പറയണത് ആക്ച്വലി അറിയാൻ പാടില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരു വരവാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്തെല്ലാവരും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് കൊച്ചിക്കാരുടെ കളയാൻ ഒരു കയ്യടിയൊക്കെ എന്താ പ്ലീസ്. ഇത്ര വന്നല്ലോ, നമ്മൾ ഇത്ര ഒരു പവറായിട്ട് നിൽക്കുമ്പോ പ്ലീസ്. ഹായ്. അങ്ങനെ വെച്ചണ്ടാ കുറച്ച്. താങ്ക് യു. എന്തായാലും വളരെയധികം സന്തോഷം വരാൻ പറ്റിയാലും. പിന്നെ ഇത് ഞാൻ തേരാപ്പാറ നടക്കുന്ന സ്ഥലമൊക്കെ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ടൊന്നും നിൽക്കുന്ന ഒരു ഫീല് കിട്ടൂല. മാക്സിമം ഇങ്ങനെ വന്നു, സംസാരിച്ചു, പോയി. താങ്ക് യു. താങ്ക് യു അർജുൻ. അപ്പൊ ഞങ്ങള് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ജോജു ചേട്ടനും സുകന്യ മാമും ആയിട്ടാന്ന് തോന്നുന്നു അല്ലേ? ആക്ച്വലി സാനിയായിട്ടാണ്. അപ്പൊ അവരുടെ കൂടെ അഭിനയിച്ച അനുഭവം എനിക്ക് ആക്ച്വലി ജൂൺ തൊട്ടുള്ള ബന്ധമാണ്. അപ്പോ അത് പറയാൻ തന്നെ കുറെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ആക്ച്വലി കുറേ വലിയൊരു ബന്ധമാണ്. സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മ അമ്മായിമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ സുകന്യ മാമിനെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ
ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നു. പിന്നെ അതേപോലെ വിൻസി ഉണ്ട് ഈ പടത്തിൽ. അടിപൊളിയായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്ത് ഈ പടം ഷൂട്ട് ചെയ്യണം. താങ്ക് യു അർജുൻ.